ബിഗ് ബോസ് വീട്ടിലെ അവിടെ ലക്കിയായിട്ട് നിൽക്കുന്ന ഒരാള് ജിൻഡോ ആണെന്നാണ് നോറ പറഞ്ഞൊരു കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയിട്ട് തോന്നിയിട്ടോ. നോറയെ പോലുള്ള ഒരാൾ പറയാണ് ബിഗ് ബോസ് വീട്ടിൽ ലക്ക് കൊണ്ട് മാത്രം നിൽക്കുകയാണ് ജിൻഡോ എന്നുള്ള വ്യക്തി എന്ന്. അവിടെ ലക്ക് കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. സ്വഭാവവും ഗെയിമും മറ്റു കാര്യങ്ങളും എന്തും നോക്കിയാലും വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ജിൻഡോ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത് ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാൻ എന്നാണ് അവിടെ നോറ ജിൻഡോയെ കുറിച്ച് പറഞ്ഞത്. കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അതൊരു കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇപ്പോൾ ജിൻഡോ ഹേറ്റേഴ്സിനെ പോലും ചിലപ്പോൾ അതൊരു കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. നോറയൊക്കെ പോലെയുള്ള ഒരു മത്സരാർത്ഥി അവിടെ നിൽക്കുന്ന സമയത്ത് നോറയേക്കാൾ ലക്ക് കൊണ്ട് അവിടെ നിൽക്കുന്ന വ്യക്തി എങ്ങനെയാണ് ജിൻഡോ ആവുന്നതെന്ന് എന്തായാലും ഇപ്പോൾ നമുക്കറിയാം. ജിൻഡോന്റെ അടുത്ത് ഹേറ്റുള്ള ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെ ആരും തന്നെ അവിടെ ലക്കായിട്ട് ജിൻഡോ നിൽക്കുന്നുവെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. നോറ മാത്രമാണ് അക്കാര്യം അവിടെ പറഞ്ഞത്. സംഭവം വലിയ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് അവിടെ നിൽക്കുന്നത് അവിടെ അർജുനാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ പോട്ടെ എന്ന് വിചാരിക്കാം. അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇതെനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. തിരിച്ച് അവിടെ ജിൻഡോ നോറക്കിട്ട് ഒരു 8ന്റെ പണി തന്നെ കൃത്യമായിട്ട് കൊടുത്തു. അതിന് മറുപടിയായിട്ട് ആ വീട്ടിൽ ലക്ക് കൊണ്ട് നിൽക്കുന്നത് നോറയാണെന്നും നോറയ്ക്ക് ഇവിടെ ക്യാമറ നോക്കി സംസാരിച്ച് ഇവിടെ കരഞ്ഞുകൊണ്ട് തന്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനും സംസാരിക്കാനുള്ള അവസരങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ലക്ക് കാണിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന വ്യക്തിയാണ് എന്നവിടെ കൃത്യമായിട്ട് അവിടെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. അതെനിക്ക് എന്തായാലും കോമഡി ആയിട്ട് തോന്നിയില്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. ക്യാമറ നോക്കി ഫുൾ ടൈം സംസാരിക്കലും തന്റെ ഭാഗത്ത് ക്ലാരിഫിക്കേഷൻ കൊടുക്കലും താനൊരു നല്ല കുട്ടിയാണേ എന്ന് ഏത് നേരം പറഞ്ഞു നടക്കുന്ന സ്വഭാവമാണ് നോറയ്ക്ക് അവിടെ ഉള്ളത്. അത് ജിൻഡോ വളരെ കൃത്യമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൻസിബയും പറയുന്നുണ്ടായിരുന്നു നോറയെ കുറിച്ച്. 2 ആഴ്ചയായിട്ട് ഭാഗ്യം കൊണ്ടൊക്കെ മാത്രം നിൽക്കാണ് ഞാൻ കാരണം. എന്തായാലും അടുത്ത ആഴ്ചയും നോറ എലിമിനേഷനിൽ വന്നിട്ട് അത് താണ്ടി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോറ ലക്ക് കൊണ്ടല്ല ഹാർഡ് വർക്ക് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയാം. അല്ലാത്ത പക്ഷം ഞാൻ പറയില്ല എന്നാണ് അൻസിബ അവിടെ പറഞ്ഞത്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അൻസിബ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും നോറയെ പൊളിച്ചടുക്കിയത് അൻസിബയും അതുപോലെ തന്നെ ജിൻഡോയും തന്നെയായിരുന്നു. കുറെ പേര് നോറയുടെ പേര് പറഞ്ഞെങ്കിലും കൃത്യമായിട്ട് അവിടെ നോറയെ നന്നായിട്ട് വലിച്ചു കയറിയത് ഇവർ രണ്ടുപേരുമായിരുന്നു.